Assalamu alaikum wa rahmatullahi wa barakatuhu. Welcome to the Bright Academy. ഇൻഷാല്ലാ ബ്രൈറ്റ് അക്കാദമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറബിക് പെഡഗോജിയിലെ വളരെ പ്രധാനപ്പെട്ട ചില മുസ്തലഹാത്തുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ വളരെ ചെറിയ കുറച്ച് മുസ്തലഹാത്തുകൾ പരിചയപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, സാധാരണ മത്സര പരീക്ഷകൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കുറേ ടെർമിനോളജീസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാറുള്ള ഒരു സംഭവമാണ് മൗഖിഫ് എന്ന് പറയും. മൗഖിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവത്തിനാണ്. അപ്പം നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടും ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം മൗഖിഫ് എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ആറ്റിറ്റ്യൂഡാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ യുവാഫിക്ക എന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾ കാണാറുണ്ടാവും അല്ലെ, യുവാഫിക്കു ലാ യുവാഫിക്കു എന്നൊക്കെ കാണാറുണ്ട്. അത് അനുയോജ്യമല്ലാത്തതെന്ന് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പം മൗഖിഫ് എന്ന വാക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, അത് മനോഭാവമാണെന്നും യുവാഫിക്കുന്നോ ലാ യുവാഫിക്കു എന്നൊക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് അനുയോജ്യമല്ലാത്തത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വാക്കാണ് ഇദാറത്തുൽ ഫസിൽ എന്നുള്ളത്. ഇദാറത്തുൽ ഫസിൽ എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്നാണ് ആ വാക്കിന് അർത്ഥം നമുക്ക് പറയാൻ കഴിയുക. പിന്നെ സാധാരണയായിക്കൊണ്ട് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു പ്രദേശമാണ് അൽ-ദിക്കാഅത്തുൽ മുതഅദ്ദിദ്, അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. ഹൊവാർഡ് ഗാർണർ അവതരിപ്പിച്ച ബഹുമുഖ സിദ്ധാന്തത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൻ്റെ ഉപഘടകമായിട്ടുള്ള ഓരോന്നിനെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു വാക്കാണ് തഫാഉലു തിൽമീദി മഅൽ മുഅല്ലിം, അധ്യാപക വിദ്യാർത്ഥി ഇടപെടൽ, ടീച്ചർ പ്യൂപ്പിൾ ഇൻ്ററാക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ ഇടപെടൽ എന്ന വാക്കിന് അർത്ഥമാണ് തഫാഉലി എന്നുള്ള ഒരു വാക്കിന്. പിന്നെ ഇൽമു നഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി അഥവാ മനഃശാസ്ത്രം എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് റെമഡിയൽ ടീച്ചിങ്. ഓക്കെ, റെമഡിയൽ ടീച്ചിങ്, അതിനെ നമ്മൾ അറബിയിൽ പറയുന്നത് അത്തദ്രീസു അത്തശ്ഖീസി ഔൽ ഇലാജി എന്നാണ്. അതായത് തദ്രീസുൽ ഇലാജി എന്നുള്ളതാണ്, അതായത് റെമഡിയൽ ടീച്ചിങ് എന്നുള്ളതാണ്, അഥവാ പ്രതിവിധി പഠിപ്പിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അന്നളിയത്തു അൽ ബന്നാഇയത്തു അൽ ഇജ്തിമാഇയത്തി, അതായത് എന്താണ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്നുള്ളത് വിഗോട്സ്കി അവതരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്നുള്ളത്, അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അന്നളിയത്തു അൽ ബന്നാഇയത്തുൽ ഇജ്തിമാഇയത്തി എന്നുള്ളതാണ് ആ ഒരു വാക്കിന് നമുക്ക് അർത്ഥമായി പറയാൻ പറ്റുക. ഇനി മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടെർമിനോളജി ആയിരുന്നു നളിയത്തുൽ തഅലീം ലിൽ ഇത്തിഖാൻ എന്നുള്ളത്. നളിയത്ത് തഅലീം എന്ന് വെച്ചാൽ നമുക്കറിയാം ലേണിംഗ് തിയറി എന്നുള്ളതാണ്. ഓക്കെ, ലേണിംഗ് തിയറിയാണ് നമ്മൾ നളിയത്ത് തഅലീം എന്ന് പറയാം. ഇത്തിഖാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാസ്റ്ററി ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ അതിൽ നല്ല പ്രഗത്ഭനാവുക എന്നുള്ളതാണ്. അപ്പം മാസ്റ്ററി ലേണിംഗ് തിയറി എന്നുള്ളതാണ് നളിയത്ത് തഅലീം ലിൽ ഇത്തിഖാൻ എന്നുള്ളത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് ഭാഷയെക്കുറിച്ച് പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ നമ്മൾ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് തൊർക്കുത്തദ്രീസ് അഥവാ ടീച്ചിങ് മെത്തേഡുകൾ, അധ്യാപക രീതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്ന്, ത്വരീഖത്തുൽ ഖവാഇദി വ തർജുമ വഹിയ യുഅർരിഫു അയ്ളൻ ത്വരീഖത്തു തഖ്ലീദിയ,
ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് അല്ലെങ്കിൽ ഒരു എന്താണ് ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ത്വരീഖത്തുൽ മുബാഷിറ ഡിറക്റ്റ് മെത്തേഡ്, ത്വരീഖത്തു അത്തവാസുലിയ, ആ തവാസുലിയ എന്ന വാക്കിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്നുള്ളത്. പിന്നെ തർക്കീബ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ, സ്ട്രക്ചറിനെയാണ് നമ്മൾ തർക്കീബ് എന്ന് പറയാം. അപ്പം ത്വരീഖത്തു തർക്കീബിയ എന്നുള്ളത് സ്ട്രക്ചറൽ മെത്തേഡ് എന്നുള്ളതാണ്. പിന്നെ സാധാരണ എല്ലാവർക്കും തെറ്റിപ്പോവാറുള്ള ഒരു സാധനമാണ് ഇസ്തിഖറായിയയും ഇസ്തിൻതാജിയയും എന്താണെന്നുള്ളത്. ഓക്കെ, ഇസ്തിഖറായിയയും ഇസ്തിംബാത്തിയയും മറ്റൊരു 2 പേരുകളാണ്. ഇസ്തിഖറായിയ അല്ലെങ്കിൽ ഇസ്തിംബാത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ബാത്ത് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണം അല്ലെ, ബാത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്യുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു ഇൻഡക്ഷൻ കുക്കറിലെ നമ്മൾ കൊണ്ട് എന്തെങ്കിലും സാധനം ഇട്ടിട്ട് അത് നമ്മൾ ബാത്ത് ചെയ്യാൻ വേണ്ടി പിടിക്കുന്നുണ്ടെന്ന് കിട്ടിയാൽ കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ഇൻഡക്ഷൻ അത് കിട്ടും നമുക്ക് പെട്ടെന്ന്. ഓക്കെ, പിന്നെ ഈ ഇസ്തിൻതാജിയ അല്ലെങ്കിൽ ഇസ്തിദ്ലാലിയ അവിൽ ഖിയാസിയ ഈ 3 കാര്യവും പറയുന്നത് ഡിഡക്റ്റീവ് മെത്തേഡിനാണ്. ഓക്കെ, ഇസ്തിദലാൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ഇത് ദലീലത്ത് തെളിവ് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ഒരു കാര്യത്തെ തെളിവ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഒന്ന് ലാസ്റ്റിലേക്ക് കൊണ്ടുവരിക. അതായത് എന്താണ്, നമ്മളിപ്പം മാത്തമാറ്റിക്കൽ നിങ്ങൾ ചിന്തിക്കണം, ഒരു കണ്ടന്റ് പറഞ്ഞു അതിനെ നമ്മൾ തെളിവ് നിരത്തിയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മൾ അവസാനം റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. പിന്നെ ത്വരീഖത്തുൽ മഷ്റൂ പ്രൊജക്റ്റ് മെത്തേഡ്, ത്വരീഖത്തുൽ മുഹാലിറ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്ചർ മെത്തേഡ് എന്നുള്ളതാണ്. ത്വരീഖത്തുൽ മുഹാലിറ എന്ന് വെച്ചാൽ ലെക്ചർ മെത്തേഡ് എന്നുള്ളതാണ്. പിന്നെ ത്വരീഖത്തു തഫാഉലിയ ഇൻ്ററാക്റ്റീവ് മെത്തേഡ്, ത്വരീഖത്തുൽ ഇന്തിഖാഇയ എന്ന് വെച്ചാൽ സെലക്റ്റീവ് മെത്തേഡ് എന്നുള്ളതാണ്. ത്വരീഖത്തു കുതുബുൽ മുഖററ എന്നുള്ളത് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്, അഥവാ നമ്മുടെ സാധാരണയുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ അതേപോലെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ത്വരീഖത്തുൽ കുതുബുൽ മുഖററ എന്നുള്ളത്. അതുപോലെ ത്വരീഖത്തുൽ ഇഖ്തിറാ സയൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻവെൻ്ററി മെത്തേഡ് എന്ന് പറയും. പിന്നെ ത്വരീഖത്തുൽ ഹിവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷൻ എന്നർത്ഥം. അപ്പം കോൺവെർസേഷൻ മെത്തേഡ്. ത്വരീഖത്തുൽ ഖിസ്സ നമുക്കറിയാം സ്റ്റോറിയാണ്, കഥകളാണ്. അപ്പോൾ കഥകളിലൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന മെത്തേഡ് സ്റ്റോറി മെത്തേഡ്. അതേപോലെ ത്വരീഖത്തുൽ മുനാഖിഷ ഡിസ്കഷൻ മെത്തേഡ് എന്നുള്ളതാണ്. പിന്നെ ത്വരീഖത്തുൽ ഹല്ലുൽ മുഷ്കിലാത്ത് നമ്മൾ പറയാറുണ്ട്, ഹബീബി മുഷ്കിൽ മാഫി മുഷ്കിൽ എന്നൊക്കെ നമ്മൾ പറയാം, നോ പ്രോബ്ലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അവിടെ മുഷ്കിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് പ്രോബ്ലം, നമുക്കറിയാം ഓൾറെഡി അറിയാം. ഇപ്പോൾ ഹല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഹല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധിയെ എന്താണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഹല്ല് എന്ന് നമ്മൾ പറയുന്നത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഹല്ലും മുഷ്കിലായും കൂടെ ചേർന്ന് വരുമ്പോൾ പ്രോബ്ലം സോൾവിങ് എന്നായി. പിന്നെ ത്വരീഖ എന്നുള്ളത് മെത്തേഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പം എന്താണ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇതാണ് ഖുത്തത്ത് ഡാൽട്ടൺ പ്ലാൻ എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മറിയാം മോണ്ടിസോറി അവതരിപ്പിച്ച മോണ്ടിസോറി മെത്തേഡ് ത്വരീഖത്ത് മോണ്ടിസോറി. പിന്നെ സജസ്റ്റോപീഡിയ, ത്വരീഖത്തുൽ ഇഹാഇയ അല്ലെങ്കിൽ ഇഹ്മാഇയ എന്നൊക്കെയാണ് പറയാറുള്ളത്. അതേപോലെ ത്വരീഖത്തു അൽ ഉസ്വു ദിഹ്നി ഔ ഉസ്വു ദിമാഇ അൽ ഇസ്തിംതാറുൽ അഫ്കാരി അൽ ഇൻഷിതാറുൽ ഫിക്രി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതായത് ബ്രെയിൻ സ്ട്രോമിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഈ ഉസ്വു ദിഹ്നി ഉസ്വു ദിമാഇ എന്നൊക്കെ പറയാം. ഈ ബ്രെയിൻ സ്ട്രോമിങ് വരുന്നത് ആക്ച്വലി നമ്മുടെ കൊഗ്നിറ്റീവിസത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മെത്തേഡായിട്ടാണ് ഈ ബ്രെയിൻ സ്ട്രോമിങ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ തഅലീമുൽ മിബർമജ് പ്രോഗ്രാംഡ് ലേണിംഗ് ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള സ്കിന്നറാണ് എന്ത് ചെയ്യുന്നത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ തഅലീമുൽ മിബർമജ് കൊണ്ടുവരുന്നത്. അതുപോലെ തഅലീമുൽ മിസാഖിർ മൈക്രോ ടീച്ചിങ് എന്നുള്ളത് വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു അധ്യാപക വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് മൈക്രോ ടീച്ചിങ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.
ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് തഖ്വീം എന്നുള്ളത്. തഖ്വീം എന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക എന്നാണ് ചുരുക്കത്തിൽ നമുക്ക് പറയാനാവുക. അതിനെ തന്നെ നമുക്ക് പല കണ്ടന്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിലൊരു ടൈപ്പ് സാധനമാണ് മാക്രോ ഇവാലുവേഷൻ എന്ന് പറയും. തഖ്വീമുൽ മുഖബ്ബിർ എന്ന് പറയാറുണ്ട്. തഖ്വീമുൽ മുഖബ്ബിർ, മാക്രോ ഇവാലുവേഷൻ. അതേപോലെ തന്നെ തഖ്വീമു ദൗരി, ടെർമിനൽ ഇവാലുവേഷൻ. നമ്മൾ ഈ മാസപരീക്ഷകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ ഓണപ്പരീക്ഷയൊക്കെ നടത്താറില്ലേ, ഇതിനാണ് തഖ്വീമു ദൗരി എന്ന് പറയാം. ഇനി ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടത്തുന്ന പരീക്ഷകളാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അഥവാ സംരചന മൂല്യനിർണ്ണയം എന്ന് നമ്മൾ പറയും. തഖ്വീമു തഖ്വീനി ഔ തഷ്കീലി, ഇങ്ങനെ 2 പേരിലാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അഥവാ സംരചനാ മൂല്യനിർണ്ണയം അറിയപ്പെടുക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇവാലുവേഷൻ മെത്തേഡാണ് തഖ്വീമുൽ ഇജ്മാലി അവൽ ഖിതാമി. അതായത് സമ്മേറ്റീവ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ നടത്തുന്ന, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ കോഴ്സ് നമ്മൾ നടത്തുന്ന എക്സാമിനേഷൻ അസസ്മെന്റിനെയാണ് തഖ്വീമുൽ ഇജ്മാലി അല്ലെങ്കിൽ ഖിതാമി എന്ന് നമ്മൾ പറയാം. അതായത് സംഗ്രഹനാത്മക വിലയിരുത്തൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ഇനി നമ്മളെ അസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇവാലുവേഷൻ കഴിഞ്ഞാൽ വിലയിരുത്തൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 3-4 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാനുണ്ട്. ഒന്ന് തഖ്ദീർ ലിദ്ദിറാസ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അതായത് പഠനത്തെ വിലയിരുത്തുന്ന ഒരു പ്രക്രിയ. അതുപോലെ തന്നെ തഖ്ദീർ ഹുവ ദിറാസ, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നുള്ളത്, വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളത്. അതുപോലെ തന്നെ തഖ്ദീറു ലി അജ്ലി ദിറാസ, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ളത്, അതായത് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്നുള്ള ഒരു പ്രക്രിയ. അങ്ങനെ പല രൂപത്തിലുള്ള പ്രക്രിയയിലൂടെയാണ് ഇവാലുവേഷൻ മെത്തേഡ് കടന്നു പോകുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് തഷ്ഖീസ് എന്നുള്ള ഒരു വാക്ക്. തഷ്ഖീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസിസ്, രേഖനിർണയം എന്നുള്ളതാണ്. രേഖ നിർണയിക്കുക എന്നുള്ളതാണ് തഷ്ഖീസ് എന്ന വാക്കിന് അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട ടീച്ചിങ് ടെർമിനോളജീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി ബാക്കിയുണ്ട്, അത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.